വെയിലാണ് കേട്ടോ. കാറിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്ക് കാറിൽ AC നമ്മൾ 1, 2, 3 ഇട്ടിട്ട് പോലും ചൂട്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങള് ഇനി അടുത്തത് നമ്മള് ദുബായിൽ നിന്ന് വരുമ്പോ അവിടെ ഇത്ര അധികം തണുപ്പ് അല്ലെ, ചൂട് നമുക്ക് തോന്നാറില്ല. ഇവിടെ നല്ല ഫുള്ള് 2 സൈഡും മരുഭൂമിയായ കാരണേ കാണിക്കാൻ അങ്ങോട്ട്. ലച്ചു, ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോർഫക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ കാലമായിട്ട് നമ്മള് പോവാറില്ല പുറത്തേക്കൊക്കെ. യുദ്ധവും ഇതൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ നമ്മള് വീണ്ടും നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ യാത്രകൾ ഒഴിവാക്കാനൊക്കെ മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കുട്ടികൾ കുറെ നാളായില്ലോ ഓൺലൈൻ ക്ലാസ്സും അങ്ങനെ ഭയങ്കര ഒരു ഡെസ്പ് ആയിട്ടുള്ള മൂഡായിരുന്നു. റിഫ്രഷ്മെന്റ് കിട്ടാൻ വേണ്ടി നമ്മള് ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് കോർഫക്കാനിലേക്ക് പോയിട്ട് വരാം. ഷീസ് പാർക്ക്, കോർഫക്കാനിലെ ബീച്ച് എത്രത്തോളം എന്നൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല. കാരണം നമുക്കറിയില്ല അപ്ഡേഷൻസ്. അത് ചിലതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നേ. അത് പിന്നെ റീഓപ്പൺ ആയോ എന്താന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ചെല്ലുമ്പോ അറിയാം നമുക്ക് എന്താന്നുള്ളത്. ഓക്കെ, ഇത് മഴ പെയ്തിട്ടാണോന്ന് അറിയില്ല കേട്ടോ. വളരെ ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ വെള്ളം പച്ച കളറല്ലേ, നല്ല വെള്ളം. നമുക്കിവിടെ വണ്ടി നിർത്തണോ? നിർത്താൻ പാടില്ലാന്നുണ്ട്. പക്ഷെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നമുക്കൊന്ന് നിർത്തിയാലോ? ഇത് ഇവിടെ വണ്ടി നിർത്തിയേക്കണു. ഇപ്പൊ സ്ഥലം കഴിഞ്ഞു പോയി. ഈ മരുഭൂമിക്ക് ഒരു ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും. 2 സൈഡിൽ കൂടി നമ്മളിങ്ങനെ ഈ മണ്ണിന്റെ ഇതിന്റെ ഇടയിൽ കൂടിയും മരുഭൂമിയിൽ കൂടി ഒക്കെ പോകുമ്പോ ഒരു രസം, നല്ല ഭംഗിയുണ്ടേ. മലകളുടെ അടി കൂടെ പോണേട്ടാ നമ്മള്. അടിപൊളി മല. സ്പീഡും അതെ 60 സ്പീഡില് പോവാൻ പാടുള്ളൂ. ഇതിൽ കൂടെ അലാറം അടിക്കുന്നുണ്ട് മൊബൈലില് സ്പീഡ് കൂടുമ്പോ. എത്ര മലകളാ. ഡേഞ്ചർ ഏരിയ. നമ്മൾ മാത്രാണ് ഇവിടെ മൂവ് ചെയ്തത്. മലകൾ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആസിഫ് അലി പറഞ്ഞ വേർഡ്സ് ആണ്. ഇതന്നെ സെയിം നമ്മളന്ന് നമ്മുടെ കൽബയിൽ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു. ഇനി നല്ല വലിയ ടണലുകളൊക്കെ വരും കേട്ടോ. നല്ല വെയിലില്ലെങ്കിൽ നല്ല രസമായിരിക്കും. കുറച്ചൊരു മഴക്കാറും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. ഇതിപ്പോ നല്ല ചൂടാണ്. ഫസ്റ്റ് ടണലായിട്ടോ. ഇനി ടണലോട് ടണലാണേ. എത്ര കിലോമീറ്ററില? 100. ഒന്നും കാണാല്ലേ അല്ലേ ടണലിന്റെ അറ്റം. എന്റെ അമ്മോ, നല്ല രസം കേട്ടോ. ഏതോ ഒരു കുഴിയിലേക്ക് പോണ പോലെ തോന്നി എനിക്ക്. ഇത് നമ്മളമ്മ വാട്ടർ പാർക്കിൽ പോയിട്ട് കണ്ണടച്ചിരുന്ന സംഭവം. കുതിരയാനോ? അല്ലല്ല, ഇതിലേക്ക് പോയ പോലെ, അതില് കളിച്ച പോലെ. ഇത് എത്ര കിലോമീറ്ററാ? 1.5 2 ടണലോ? അല്ല, ഈ ടണൽ ഷീസ് റെസ്റ്റ് ഏരിയ, ഷീസ് പാർക്കായി. വാട്ടർ പാർക്കിന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ സെർച്ച് ചെയ്താൽ മതി, മലമ്പുഴ ഫാന്റസി വാട്ടർ പാർക്ക്. അപ്പോൾ നമ്മൾ ഷീസ് പാർക്കിലെത്തി. ഷീസ് പാർക്കിലെത്തി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും അതിങ്ങനെ കുറേ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം. ഓക്കെ, ഇതാണ് ഷീസ് പാർക്കിൻ്റെ ഉൾഭാഗം. വലിയൊരു മലയുടെ അടിയിലാണ് ഈ പാർക്ക്. പക്ഷെ ഇപ്പോൾ നല്ല വെയിലായ കാരണം ഒരു സുഖമില്ല. പിന്നെ ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്, അന്ന് കുറച്ച് നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ. ഇപ്പം ഇങ്ങനെ അതൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതൊക്കെ ഇട്ട് വരുന്ന ഊഞ്ഞാലാടുണ്ട്. ലച്ചു ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. കണ്ടോ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ നല്ല വെയിലാണ്, ചൂടും ഉണ്ട്. അത് കാരണം എങ്ങനെ കയറാൻ പറ്റും എന്നുള്ളത് അറിയില്ല, നോക്കണം. കണ്ടോ,
ഇതേ കിട്ടിയിരുന്നു ഊഞ്ഞാലാടുന്നു. ലച്ചു വാഷ്റൂമിലേക്ക് പോയിക്കാം. അതെ, ഇവിടെ പിന്നെ കുറച്ചിങ്ങനെ തണലുണ്ട്, ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കാരണം കുട്ടികൾക്കൊക്കെ ഇരുന്ന് ആടാം. ഇതാണ് ഇവിടെ ഇങ്ങനെ നല്ല ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു വാട്ടർഫാളും ഉണ്ട്, അത് കാണിച്ചു തരാം. ഇത് ഞങ്ങൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇതേ കണ്ട, ഇത് ഇപ്പുറത്തേക്ക് സൈഡായിട്ട് ഇത് അവിടെ ഇങ്ങനെ മലയുടെ അടിയിൽ കൂടെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കൂടെ ഞങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറിയൊക്കെയാണ്. ഇതിലൂടെ ഇങ്ങനെ കയറി മുകളിലേക്ക് പോയി അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇതേ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി തുടങ്ങി കേട്ടോ. അതെ, ലച്ചും കിട്ടും കയറി തുടങ്ങി. കല്ലാണ് കേട്ടോ, നിറച്ച് കരിങ്കല്ല. ഇതേ കയറുന്നു. ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ, ഇവിടെ കരിങ്കല്ലിൻ്റെ കോറിയുണ്ട്, അത് പൊട്ടിക്കുകയാണ് അവർ. കണ്ടോ എന്തൊരു സൗണ്ട് അത്. ഇതേ താഴെ ഷീസ് പാർക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു 3 കല്ല് വെച്ചിട്ട് ഒരു ഇതുണ്ട് കേട്ടാ. മീനുണ്ടോ? അതെ, ചെറിയ പൊടി മീനാവുന്നുണ്ട്, ഗപ്പിയെ തോന്നുന്നു. നമ്മളിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര വെയിലുണ്ടായിരുന്നില്ല. നമ്മളൊരു 4 മണിയോട് കൂടിയിട്ട് എത്തിയിരുന്നേ. പക്ഷെ നമുക്ക് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ വെയിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈമിൽ ഇങ്ങോട്ട് പോകുന്നത് കേട്ടാ. ഇവിടെ നല്ല ഭംഗിയുള്ള കടലാസ് പൂക്കൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെയാണ് ഷീസ് പാർക്കിന്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വാട്ടർഫാള്. അവിടെ ഒരു പാലവും പിന്നെ ചെറിയൊരു നല്ല വാട്ടർ ഫൗണ്ടെയിൻ പോലെയും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ വാഷ്റൂം ഫെസിലിറ്റീസും കഫ്റ്റീരിയസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുകളിലേക്ക് പോയിട്ടാണ് കാണാനുള്ളത്. വെയിൽ കാരണം ഞങ്ങൾ മുകളിലേക്ക് പോകുന്നില്ല. ഇതാണ് വാട്ടർ ഫൗണ്ടെയിൻ. ഇവിടെ ഒരു ബ്രിഡ്ജ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാട്ടർഫാൾ കേട്ടോ, ചെറിയൊരു വാട്ടർഫാളാണ്. ഇതാ മലയുടെ മുകളിൽ നിന്ന് വരണു, കണ്ടോ. നമുക്ക് ഇവിടെ താഴെ ഇവിടെ നിന്നാണ് പിന്നെ അത് ഇപ്പുറത്തേക്ക് പോണത്. ആ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരും. ഇവിടെ